ഇങ്ങനെയൊരു ഈവനിങ് നമുക്കെല്ലാവർക്കും കൂടെ കൂടി വരാനായിട്ട് അതിന് സാധ്യമാക്കി തീർത്ത സാബുവിനും പിന്നെ എൻ്റെ എല്ലാ അറേഞ്ച്മെൻറ്റ്സ് ചെയ്ത അലിയാർക്കും പിന്നെ എൻ്റെ കൂടുതൽ അലിയാറിന് സപ്പോർട്ടായിട്ട് നിന്ന ബാക്കി നമ്മുടെ ഓർഗനൈസേഴ്സ് മില്ലിൻ്റെ ഓർഗനൈസേഴ്സും ഉണ്ട്. അവർക്കെല്ലാവർക്കും ആദ്യമായിട്ട് എൻ്റെ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഇത് ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ CD മെക്കാനിക്കൽ ഗ്രൂപ്പ് കൂടുക എന്ന് പറയുന്നത് അത് ശരിക്കും പറഞ്ഞാൽ വേറെ പല ഡിവിഷനിലുള്ള ആൾക്കാർക്ക് അതൊരു ഭയങ്കര അസൂയാണ്. കാരണം ഞങ്ങൾ വേറെ പല ഡിവിഷനിലുണ്ട്, PD മെക്കാനിക്കലിലും ഉണ്ട്. പക്ഷെ PD മെക്കാനിക്കലൊന്നും ഇതിലിരിക്കുന്ന എനിക്ക് തോന്നുന്ന ഒരു മിനിമം 10% ആൾക്കാരെങ്കിലും PD മെക്കാനിക്കൽ ഗ്രൂപ്പിലും ഉള്ള ആൾക്കാരാണ്. പക്ഷെ അവിടെ നമുക്ക് ഇതുപോലെയുള്ള ഒരു രീതിയിൽ കൂടാനോ അല്ലെങ്കിൽ അതിനുള്ള ഒരു വെനിയോ നമുക്കില്ല. നമുക്ക് എപ്പോഴും അമ്പലമേടെ ഉണ്ട്, നമ്മുടെ അഭിമാനമായിട്ടുള്ള അമ്പലമേടെ ഉണ്ടെന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇത്. അത് കൂടാതെ ആത്മാർത്ഥമായിട്ട് ഇതിൻ്റെ പുറകിൽ നിന്ന് പ്രവർത്തിക്കുന്ന കുറച്ച് ആൾക്കാർ കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് നമുക്ക് വളരെ സൗകര്യമായിട്ട് ഇത് ചെയ്തു പോകാൻ പറ്റിയത്. അപ്പം ഇന്ന് ഇത് പറഞ്ഞ പോലെ നമുക്ക് പഴയ ഇതിൽ സാബു ഇവിടെ വന്നു. സാബുവിനെ ഞാൻ നേരത്തെ തന്നെ എനിക്കറിയാം, കാരണം സാബു ഞങ്ങളുടെ ജൂനിയറായിട്ടായിരുന്നെങ്കിലും സാബുവിൻ്റെയും കല്യാണം കഴിഞ്ഞ് താമസിച്ചിരുന്ന ഇവിടെ കണിയാമ്പുഴയായിരുന്നു എന്ന് തോന്നുന്നു. അപ്പം ഞാൻ വൈറ്റിലെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ താമസിക്കുന്നത്. അപ്പം നിങ്ങളെ മിക്കവാറും രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരമൊക്കെ പലപ്പോഴും സാബുവിനെയും ലതയും മോനെയും കൊണ്ട് പോകുന്നത് കേട്ട് കാണാറുണ്ടായിരുന്നു. ഞാൻ വൈറ്റിലെ ജംഗ്ഷനിൽ തന്നെയാണ്, നിങ്ങളുടെ റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ സാബു UK പോയ കാര്യം, UK കാര്യമെല്ലാം അറിയാമായിരുന്നു. അപ്പം സാബു ഇങ്ങനെ ഒരു ഇതിൽ വന്ന് നമ്മളെല്ലാവർക്കും കൂടെ കൂടാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ നമ്മുടെ ഇത്രയധികം ആൾക്കാർ വന്നു. വേറെ കാര്യമായിട്ട് എനിക്ക് പറയാനായിട്ടില്ല. നമുക്ക് വേറെ സന്തോഷമുള്ളത് തോമസ് ജോസഫ് ഇന്ന് വരാമെന്ന് പറഞ്ഞപ്പോൾ ഇന്നലെ എനിക്ക് ചോദിച്ചു ഇതെന്താ പ്രോഗ്രാം എന്ന് പറഞ്ഞത്. നമുക്ക് ഇങ്ങനെയൊരു അപ്പം ഞാനും കൂടെ വരാം എന്ന് പറഞ്ഞു. തോമസ് വളരെ ഒരു ചെറിയൊരു രീതിയിലാണ് പറഞ്ഞതെങ്കിലും FSCTയുടെ ആ ഇതിൽ തുടങ്ങി ഇതുവരെ ഇപ്പോൾ ഉള്ള ഒരു US ഒരു കമ്പനി, ആ കമ്പനിയുടെ ഓണറാണ്. ആ കമ്പനിക്ക് ഇവിടെ കോയമ്പത്തൂരും 2 യൂണിറ്റ്സ് ഉണ്ട്. ഞാനും ആ ഒരു യൂണിറ്റിൽ ഞാനും എംപ്ലോയി ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഞാനും ഫുൾ ടൈം എൻഗേജ്ഡ് ആണ് അതിൻ്റെ അകത്ത്. അപ്പം മെയിനായിട്ട് ഈ പറഞ്ഞതുപോലെ ഹൈഡ്രജൻ കംപ്രസർ, ഈവൻ ഹൈഡ്രജൻ കംപ്രസർ വരെ ഇവിടെ ഡയഫ്രം കംപ്രസേഴ്സ് ഇവിടെ അസംബിൾ ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ പാക്കേജിങ്, പിന്നെ ഡിസ്പെൻസിങ്, ഫ്യൂവൽ ഡിസ്പെൻസിങ്, അതായത് ഹൈഡ്രജൻ റീഫ്യൂവലിംഗ് സ്റ്റേഷൻസ്, അതൊക്കെ ചെയ്യാവുന്നതാണ് മെയിനായിട്ടുള്ള പേർപ്പസ്. കൊച്ചിൻ എക്കണോമിക് പ്രോസസ് സോണിൽ ഒരു യൂണിറ്റ് ഉണ്ട്, പിന്നെ കോയമ്പത്തൂരാണുള്ളത്, ബാക്കി US-ലുള്ളത്. പിന്നെ വേറെ കാര്യമായിട്ടൊന്നുമില്ല. വേറെ ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിലും പറയാം. ഓക്കെ, താങ്ക് യു.